ദൈവമേ, എന്റെ സാറിന്റെ പേരിൽ പെണ്ണ് കേസ്. വോട്ടെടുപ്പിന് ഇനി 4 ദിവസം കൂടെ ഉള്ളൂ. ഫോൺ വിളിച്ചിട്ടും എടുക്കുന്നില്ലല്ലോ. സാറ് ഇത് അറിഞ്ഞ് കാണത്തില്ലേ? ഫോൺ ചെയ്യാനും സമ്മതിക്കില്ലേ? എന്താണോ കാര്യം? സാറേ, തെരുവിൽ മൊത്തം പ്രക്ഷോഭം നടക്കുക. ന്യൂസ് കണ്ടായിരുന്നോ? ചലക്കാതെ കൂടെ കയറി വാടോ. സാറേ, TV വെക്കാൻ ന്യൂസ് കണ്ടായിരുന്നോ? സാറ് വന്നിട്ട് ആ TV ന്യൂസ് ഓടുന്നു. നീ ഇങ്ങോട്ട് വാടോ, ഞാനിതൊക്കെ അറിഞ്ഞു. സാറ് അറിഞ്ഞായിരുന്നോ? ആരോ? ഇലക്ഷൻ ഇനി 4 ദിവസമല്ലേ ഉള്ളൂ സാറേ. ഇനി നമ്മൾ എന്നാ ചെയ്യും? ഗുരുവായൂരപ്പ കാത്തോണേ. സംഭവം സത്യമാണെങ്കിലും ഇതിന് ഒറ്റ ദിവസത്തെ ആയുസ് ഉണ്ടാവുള്ളൂ. നീ നോക്കിക്കോ. ഇതല്ല, ഇതിന്റെ അപ്പുറം ഒതുക്കി മുന്നോട്ട് വന്നവനാ ഈ സത്യനാഥൻ. മനസ്സിലായ? അപ്പോഴാണ് ഈ പ്രതിപക്ഷത്തിന്റെ ഈ ചീകള് കേസ്. എടാ പാപ്പു, എലക്ഷനൊക്കെ വരികയല്ലേ? നമ്മുടെ കൂട്ടത്തില് ഏറ്റവും ജനസമ്മതനായ വ്യക്തികളുടെ ലിസ്റ്റ് ഒന്ന് തിളങ്ങി. അതിനെന്താ സാറേ? ഇലക്ഷന് മത്സരിപ്പിക്കാനാണോ സാറേ? ഇത് ഗോവിന്ദൻ, ഇത് നമ്മുടെ ഫ്രാൻസിസ് ചേട്ടൻ. വളരെ ജനസമ്മതനായ ആളാണ്. അറിയാം അറിയാം. പുള്ളിയുടെ കാര്യം വളരെ കഷ്ടത്തിലാണ്. ഭാര്യ മരിച്ച്, ഒരു മകനുള്ളത് ഹോസ്പിറ്റലാണ്. മതിയടാ, ജനങ്ങളുടെ ഇടയിലെ സെന്റിമെന്റ്സ് നന്നായിട്ട് വർക്കൗട്ട് ചെയ്തോളും. ഞാൻ ഫോണേ കേൾത്തടാ. ഷാജി, നീ എവിടെയാണ്? ഞാൻ നിനക്കേ ഒരു ഫോട്ടോ അയച്ചിട്ടുണ്ട്. അവനെ അങ്ങോട്ട് തീർത്തേക്കണം. സംഗതി അത് ദാരുണമായിരിക്കണം. എലക്ഷന് ജയിക്കാനേ അതേ ഒരു മാർഗമുള്ളൂ. ഞാനൊന്നും പറയണ്ടല്ലോ, നിനക്കെല്ലാം അറിയാലോ. മനസ്സിലായ? കുടുംബത്തേക്ക് കൊണ്ടുപോകാനേ ബാക്കി ഒന്നും വെക്കരുത്. അത്രയ്ക്ക് ഭീകരമായിരിക്കണം. മനസ്സിലായ? ആ, എന്റെ ഗുരുവായൂരപ്പ സാറേ. കേറി വാടാ. സാറേ, സാർ ഇതൊന്നും ചെയ്യുന്നത് ഞങ്ങൾക്കറിയാം. ഇതെല്ലാ പ്രതിപക്ഷത്തിന്റെ കളിയാ. അല്ല ബാബു ചേട്ടാ? എന്തു പറയാനാ? ഇല്ലാ കഥകൾ പ്രചരിപ്പിച്ചാലേ ജയിക്കുമെന്നാണ് പ്രതിപക്ഷത്തിന്റെ വിചാരം. ഡാ, നീ വല്ലതും കഴിച്ചായിരുന്നോ? ഇല്ല സാർ. പോയിരിക്കെ. പോയിരിക്കെ അല്ലേ? അപ്പോ ആ പിള്ളേർക്ക് എന്താ വെച്ചാൽ വാങ്ങിച്ചു കൊടുക്കും. നാളെ നമുക്ക് ചൂട്ടുകെട്ട വരാനും രക്തസാക്ഷിയാകാനുള്ള. കേട്ടല്ലോ? എടാ മക്കളെ, സാറിന്റെ പുതിയ പണി വന്നിട്ടുണ്ട്. ടൂൾസൊക്കെ എടുത്ത് സെറ്റാക്കി വെച്ചോ. ഷാജിയണ്ണ, നമ്മളെ പിള്ളേരെ വിളിക്കണ്ടേ? വേണ്ടടാ,
ഇത് നമുക്ക് ചെയ്യാവുന്ന പണിയുള്ളൂ. നിങ്ങൾ പോയി ടൂൾസ് സെറ്റ് ആക്കും. ഫ്രാൻസിസ്, ഞാൻ പറയുന്ന കാര്യങ്ങൾ താൻ മനസ്സാന്നിധ്യത്തോടുകൂടി കേൾക്കണം. അന്ന് കുഞ്ഞ് പറഞ്ഞ വിവരങ്ങൾ വെച്ച് എനിക്കൊരു സംശയം തോന്നിയിരുന്നു. ഞാൻ അന്ന് തന്നെ സാമ്പിൾ എടുത്ത് ലാബിലേക്ക് അയച്ചു. ഇന്ന് അതിന്റെ റിസൾട്ട് വന്നു. അത് ഞാൻ തന്നെ വിളിച്ചു. സാറേ, എന്റെ മോനെ എന്തെങ്കിലും കുഴപ്പമുണ്ടോ? ഫ്രാൻസിസ്, റിസൾട്ട് പോസിറ്റീവാണ്. പലതവണ മൂക്കിൽ നിന്നൊക്കെ ബ്ലഡ് വന്നിട്ടുണ്ടായിരുന്നു. തന്നെ വിഷമിപ്പിക്കേണ്ടെന്ന് കരുതിയിട്ടായിരിക്കും കൊച്ചതൊന്നും തന്നോട് പറയാതിരുന്നത്. കൊച്ചിന് ക്യാൻസർ സെക്കൻഡ് സ്റ്റേജ്. സാറെന്ത് പറയണ, എനിക്ക് മാത്രമേ ഉള്ളൂ. എടോ ഫ്രാൻസിസേ, എടോ താൻ തളരരുത്. താൻ വേണം അവന് ധൈര്യം കൊടുക്കാൻ. എന്റെ പൊന്നുപോലെ വിഷമിക്കണ്ടോ, എന്നെ കൊണ്ടാവുന്നതെല്ലാം ഞാൻ ചെയ്യാം. ബാക്കി നമുക്ക് ദൈവത്തിനോട് പ്രാർത്ഥിക്കാം. നമ്മളെക്കാളും വലിയ ഡോക്ടറല്ലേ അത്. അപ്പന് ഞാനെன்ற പോലെ എനിക്കൊരു വാക്ക് അപ്പനോട് പറയാമായിരുന്നില്ല. എല്ലാം മറച്ചു വെച്ചിട്ട് അപ്പനെ സന്തോഷിപ്പിക്കാൻ വേണ്ടി നടക്കല്ലേ. എന്തിനാണ് അപ്പനോട് ഇങ്ങനെയൊക്കെ ചെയ്തത്? എന്നാലും ഗ്രേസി നമ്മുടെ മോൻ പപ്പ എന്തിനാ കരയണ? ഒന്നുമില്ല മോനെ, മോന് തോന്നിയതാ. ഹാപ്പി ബർത്ത്ഡേ മോനെ. വൈകുന്നേരം പപ്പ വരുമ്പോൾ മോൻ പറഞ്ഞ കേക്കും ഉടുപ്പൊക്കെ മേടിച്ചിട്ട് വരാം. ഓക്കെ? പോയിട്ട് വരാം. ഫ്രണ്ട്സ് ചേട്ടാ. വിഷ്ണു, ഒരു കാര്യം പറയാനുണ്ട്. വൈകുന്നേരം ഒന്ന് കാണണം കേട്ടോ. ശരി. അമ്മേ, അമ്മേ, അമ്മ ഉറങ്ങുവാണ്. മരുന്നൊന്നും കഴിച്ചില്ലേ അമ്മ? പ്രാർത്ഥിച്ചതല്ലോ അമ്പലത്തിൽ പോയി. പ്രാർത്ഥിച്ചു. ഇനി ഗൾഫിലോട്ട് പോണല്ലേ, 2 വർഷം കഴിഞ്ഞല്ലേ നമുക്ക് കാണാൻ പറ്റുള്ളൂ മോനെ. എനിക്ക് എണീക്കുമ്പോഴും പറ്റുന്നില്ല മോനെ, കാലിന് ഭയങ്കര വേദന. ആരാണുള്ള മോനെ എന്നെ നോക്കാന്? ഓരോ ദിവസം മോനെ വന്ന് നോക്കി നിക്കണ്ടേ ഞാനിവിടെ? ഈ 2 വർഷം ഞാൻ എങ്ങനെ കഴിച്ചു കൂട്ടും മോനെ? ആരും നോക്കാനില്ലാണ്ട്. എന്റെ അമ്മ ഇങ്ങനെ വിഷമിക്കില്ല അമ്മ. ഞാൻ ഗൗരിയുടെ അടുത്ത് എല്ലാം പറഞ്ഞ് ഏൽപ്പിച്ചിട്ടുണ്ട്. അവൾ അമ്മയുടെ എല്ലാ കാര്യങ്ങളും നോക്കും, ഒരു കുറവും വരാണ്ട്.
ഒന്നിങ്ങനെ കരയില്ല കേട്ടോ. കരയുമ്പോൾ എനിക്കും വല്ലാണ്ട് സങ്കടം. എനിക്കും സന്തോഷത്തോടെ എന്നെ യാത്ര അയക്കണ്ടായിരുന്നു. മോൻ ഇനി വരുമ്പോ നിങ്ങളുടെ കല്യാണം നടത്താം. ഞാൻ ശേഖരനെ കണ്ട് തീയതി കുറിപ്പിച്ചു വെക്കാം. മോൻ ഇപ്പൊ ചെന്ന ജോലിയെ കണ്ടിട്ട് പോവാം. ഞാൻ പോയിട്ട് വരാം. ഗൗരി, തൻ്റെ കൂടെ ഈ പാടത്തും വരമ്പത്തൊക്കെ നടന്ന് എനിക്ക് കൊതി തീർന്നില്ലടോ. ഞാൻ എൻ്റെ ജീവിതത്തിലേക്ക് വരുന്ന നിമിഷത്തിനായിട്ട് ഞാൻ കാത്തിരിക്കുക. അടുത്ത ജന്മത്തിലും ഞാൻ വിഷ്ണുവിനെ മാത്രമാണ്. ഗതിയില്ല എന്ന് പറഞ്ഞവരുടെ മുന്നിൽ നമുക്ക് അന്തസ്സായി ജീവിച്ചു കാണും. അതുവരെ താൻ എൻ്റെ അമ്മയെ പൊന്നുപോലെ നോക്കും. ഫ്രാൻസിസ് ചേട്ടാ, അതെ, കൊച്ചിന്റെ കാര്യം ഓർത്തിട്ട് എനിക്ക് ഭയങ്കര ടെൻഷൻ. നീ ഓടിക്കുക. അണ്ണാ, ഞങ്ങളവരെ സ്കെച്ച് ചെയ്തിട്ടുണ്ട്. ലോക്ക് ചെയ്തേക്കണ്ടേ? ഓക്കെ അണ്ണാ. നീ വിളിച്ചു ചോദിച്ചിട്ട് വല്ല കാര്യമുണ്ടോ? അതിലൂടെ തട്ടേക്കണ. അതൊക്കെ നമുക്കൊരു ബോസല്ലേ? ആ ശരി സാർ. ചേട്ടോ, നിങ്ങളൊക്കെ ആരാ? നിങ്ങളൊക്കെ എന്ത് തെറ്റാ ഞാൻ ചെയ്ത? ഞാനാ നിന്റെയൊക്കെ കാണാൻ നാട്ടുകാർക്ക് വേണ്ടി നല്ലത് മാത്രമല്ലേ ചെയ്തിട്ടുള്ളൂ. നിന്നോടൊക്കെ ആരാടാ ഈ രാഷ്ട്രീയം നല്ല ഞാൻ പറഞ്ഞത്? സ്വന്തം കാര്യം നോക്കി കീശ് കിട്ടിയാ പറഞ്ഞതാ, അല്ലാണ്ട് നന്മമാരാന്നിക്കരുത്. മനസ്സിലായ? നീയൊക്കെ ചാകണ്ടവനോടാ.
അയ്യോ അവനൊന്നും ചെയ്യില്ലേ, ആ. അവന്റെ കല്യാണം പറഞ്ഞു വെച്ചിട്ടാണ്. കല്യാണം പറഞ്ഞു വെച്ചേക്കാണ്. ഇങ്ങോട്ട് നോക്കടാ, ഇപ്പൊ എന്ന് കിട്ടാൻ പോവാ? നീ പേടിക്കണ്ടടാ, നിന്റെ പെണ്ണ് ഞാൻ നോക്കിക്കോളാം. എനിക്ക് ഒരുപാട് സ്റ്റെപ്പിനുകാരുണ്ട്, മനസ്സിലായാ? നോക്കടാ, അത് നോക്കടാ. എടാ പട്ടി, തീർന്നാണ് നീന്ന് ഇത് ചേർത്തളാനാ. നീയൊക്കെ തീർക്കാൻ വന്നവനാന്ന് എനിക്കറിയാടാ. നിനക്കൊക്കെ പറ്റുമെങ്കിൽ തീർത്തിട്ട് പോടാ. അതാ തീർക്കോടാ. ചൂട് ചോറേണ്ടല്ല, എനിക്കൊരു ലഹരിയാ. നിങ്ങളെല്ലാരും കൂടിയിട്ട് അവരെ കൊന്നില്ലേ? എനിക്ക് സുഖമില്ലാത്തൊരു മോനുള്ളതാ, എന്നെ കൊല്ലാതിരുന്നൂടെ? നീ പേടിക്കണ്ടടാ, ഇപ്പൊ തന്നെ നിന്നെ അവൻ്റെ അടുത്തോട്ട് വരാം. പോരെ? പോലും തിരിച്ചറിയാൻ പറ്റാത്ത പോലെയൊക്കെ, മനസ്സിലായോ? നീ എവിടെ പോവാ? കട വരെ പോകുന്നു. അത് നീ അറിഞ്ഞോ? ഇവിടെ ഫ്രാൻസിനും വിഷ്ണുവിനും പറമ്പിലിട്ട് ആരെ വെട്ടി, അതറിഞ്ഞ് അതിൻ്റെ മുറപ്പെണ്ണ് ഗൗരി ഹോസ്പിറ്റലിൽ അഡ്മിറ്റ, ബോഡി കൊണ്ടിട്ടുണ്ട്. നമുക്ക് തിരക്ക് കൂടുതലും പോയി കണ്ടിട്ട് വരാം. വാ. പപ്പയും പോകല്ല, നമ്മളെ വിട്ടിട്ട് പോയല്ല മോനെ. എന്റെ അടുത്തൊക്കെ ഞാൻ ഉണ്ടടാ, ഞാൻ നോക്കൂടാ. ആരും ദൈവമേ, എനിക്കത് ഞങ്ങൾക്ക് ഇനി ഓർത്തല്ല ദൈവമേ, ഞങ്ങൾക്ക് ആരുമില്ലേ, കഥയില്ല. തമ്മ കഥയുണ്ട് കേട്ടോ മോന്, ഞാനുണ്ട് കേട്ടോ. പപ്പയെങ്കിലും പോയില്ലേ നമ്മളെ വിട്ടിട്ട്? സാറേ സ്ഥലം എത്തി കേട്ടോ, ആ കാണുന്ന വീട്. നീ മീഡിയക്കാരോട് വരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല? അയ്യോ സാറേ, ഞാൻ വിളിച്ചിട്ട് ആരെയും കിട്ടിയില്ല സാറേ. ശരി, ഇറങ്ങ. അതാ സാറേ. ദൈവത്തെ പോലെ കണ്ട മനുഷ്യൻ വന്ന് നിക്കണടാ, എന്തെങ്കിലും ഒന്ന് പറയണ. വിഷ്ണു സാറ് വന്നേക്കണ മോനെ, എന്തെങ്കിലും ഒന്ന് പറയണ സാറിനോട്. ദൈവമേ സാറേ, എന്റെ മോൻ കിടക്കണ കിടപ്പുണ്ട്. ഞങ്ങളുടെ ജീവിതം ഇങ്ങനെയായി പോയല്ല. അവന്റെ അപ്പനും പോയി, അവനും പോയി. ഞാനിവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഇതൊന്നും നടക്കില്ലായിരുന്നു മോളെ. എന്താ ചെയ്യ? മോന്റെ മോനെ എനിക്ക് കാണാൻ പറ്റുന്നില്ലല്ലോ ദൈവമേ. വിഷമിക്കണ്ട വിഷ്ണു, വിഷ്ണുവേ വിഷമിക്കണ്ട ചേച്ചി.
മാറിക്കേ സാധനം ഒന്ന് കിടത്തട്ടെ അങ്ങോട്ട് വഴി കൊച്ചു കള്ള ഞാൻ പെണ്ണ് കേസിന്ന് കൂളായിട്ട് ഇറങ്ങിപ്പോന്നല്ലേ ഭയങ്കരം തന്നെ. ഇതല്ല ഇതിന്റെ അപ്പുറം കടന്നു പറഞ്ഞവനായി ഞാനൊക്കെ ഏത് കേസ് വന്നാല് പുഷ്പം പോലെ ഞാൻ ഊരി വരും. പക്ഷെ ഒരു കാര്യം, ഈ ഇതിനകത്ത് കളിച്ചിട്ടുള്ളതൊക്കെ എനിക്കറിയാം. ചൊന്ന് ഉറപ്പിച്ചോ, അടുത്ത ഭരണം ഞങ്ങൾക്ക് തന്നെയാണ്. അതെ, ഈ പുള്ളിനെ വിശ്വസിക്കാമോ? 3 പെൺപിള്ളേരുടെ അച്ഛനാ. എന്നെ ശരിക്കും ഇതറിയാം. ഞാൻ ആരാണെന്നും എന്താണെന്നും. അതിരിക്കട്ടെ, ദുബായിലെ മകന്റെ ബിസിനസ്സും കാര്യങ്ങളൊക്കെ എങ്ങനെ പോകുന്നു? അതൊക്കെ നന്നായിട്ട് നടക്കുന്നുണ്ട്. പുതിയ ബ്രാഞ്ച് ഖത്തറിലും ഒമാനിലും തുടങ്ങാൻ പോവാ. അപ്പൊ ചെലവുണ്ടല്ല. അല്ല പിന്നെ, നീ ഭരിച്ചാലും ഞാൻ ഭരിച്ചാലും നമ്മൾ ഒന്നാണെന്നുള്ള കാര്യം നമുക്കെല്ലാം അറിയുള്ളൂ. മണ്ടൻ ജനങ്ങള്, അണികള് ഇത് വല്ലതും മനസ്സിലാക്കുന്നുണ്ടോ? ഇവിടെ ജാതി മതം ഉള്ളിടത്തോളം കാലം നമ്മൾ ജനങ്ങളെങ്ങനെ ഭിന്നിപ്പിച്ച് ഭരിച്ചുകൊണ്ടേയിരിക്കും. ഒരു കണക്കിന് പറഞ്ഞാൽ നമ്മുടെ മക്കളെക്കാളും സ്നേഹം നമ്മുടെ അണിനിക്കാണ്. പക്ഷെ ഇവരെവിടെയെങ്കിലും നമ്മൾ എത്തിക്കോ? അതില്ല. ഇവരെ കുരുതി കൊടുത്താലേ നമുക്ക് ഉയർച്ച ഉണ്ടാവുള്ളൂ. അത് പിന്നെ ഞാൻ കുറച്ച് സ്ഥലം കണ്ടുവച്ചിട്ടുണ്ട്, ഒരു റിസോർട്ട് പണിയാനാ. അപ്പൊ നീ എന്നെ ഒന്ന് സഹായിക്കണം. അതിനെന്താ, ഒരു കാര്യം ചെയ്യും, അടുത്ത ആഴ്ച ഒരു മലേഷ്യൻ ട്രിപ്പ് അറേഞ്ച് ചെയ്യും. നമുക്ക് അവിടെ പോയിക്ക് ഒന്ന് ആർമാദിച്ച് ആ ടീൽ ഉറപ്പിച്ചു തരാം ഞാൻ. പോരെ? നമ്മൾ ഈ അടക്കം കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങും. പക്ഷെ നമ്മുടെ അണികളുണ്ടല്ലോ, അണികളിൽ ഇനി ഇതിന്റെ പ്രതികാരം തീർക്കാറുണ്ട്. അപ്പൊ എന്ത് സംഭവിക്കും? എവിടെയെങ്കിലുമൊക്കെ കൊലപാതകം നടക്കും. പക്ഷെ നമ്മുടെ ലക്ഷ്യം എന്താ? നമുക്ക് കിട്ടണം വോട്ട്. ഭയങ്കര കില്ലാടി തന്നെ കേട്ടോ. കണ്ടില്ല ചേട്ടാ, ഞങ്ങളുടെ ചേട്ടൻ കത്തിരിയണത്. ഇതിന് നമുക്ക് പകരം വീട്ടണം. ഈ ചിത കത്തിത്തീരും മുമ്പ് അവന്മാരുടെ കൂട്ടത്തിലെ 2 പേരുടെ തല ഞങ്ങൾ എടുത്തിരിക്കും. വാടാ മക്കളെ.